ഭഗവതേ വാസുദേവായ. ജന്മന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീ മഹാവിഷ്ണവേ നമഃ. ഇന്ന് നമ്മൾ ശ്രീമദ് നാരായണീയത്തിലെ 39ാമത്തെ ദശകത്തിൽ 6ാമത്തെ ശ്ലോകം തൊട്ട് 10ാമത്തെ ശ്ലോകം വരെ വായിക്കാം. നൃശംസതരക്കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വത്തനുജാ വിഭോഖലം ഉദീര്യതം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണി യേയുഷി. നൃശംസതരക്കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വത്തനുജാ വിഭോ ഖലമുദീത്യതം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷി. നൃശംസതരക്കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വത്തനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണ്യേയുഷി. നൃശംസതര കംസ തേ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേ ഹിതം ഇതി ത്വത്തനുജാ വിഭോ ഖലമുദീര്യതം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണി യേയുഷി. അതിദുഷ്ടനായ കംസ, തല്ലിച്ചതച്ചതുകൊണ്ട് എന്നാൽ നിനക്ക് എന്താണ് സാധിക്കാനുള്ളത്? നിന്റെ അന്തകൻ അതോ ഒരിടത്ത് ജനിച്ചു കഴിഞ്ഞു. നിനക്ക് ശ്രേയസ്സിനുള്ള മാർഗത്തെ നീ തന്നെ ചിന്തിച്ചു കൊള്ളുക എന്നിപ്രകാരം അല്ലയോ ഭഗവാൻ അങ്ങയുടെ അനുജത്തി ദുഷ്ടനായ അവനോട് പറഞ്ഞിട്ട് ഗമിക്കുകയും ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ടവളായി ഭൂലോകത്തിലെ സ്വസ്ഥാനങ്ങളെ തന്നെ പ്രാപിക്കുകയും ചെയ്തു. അതിദുഷ്ടനായ കംസ, തല്ലിച്ചതച്ചതുകൊണ്ട് എന്നാൽ നിനക്ക് എന്തോന്നാണ് സാധിക്കാനുള്ളത്? നിന്റെ അന്തകൻ ഏതോ ഒരിടത്ത് ജനിച്ചിട്ടുണ്ട്. നിനക്ക് ശ്രേയസ്സിനുള്ള മാർഗത്തെ ചിന്തിച്ചു കൊള്ളുക എന്നിപ്രകാരം അല്ലയോ ഭഗവാൻ അങ്ങയുടെ അനുജത്തി ദുഷ്ടനായ അവനോട് പറഞ്ഞിട്ട് ഗമിക്കുകയും ദേവഗണങ്ങളാൽ സ്തുതിക്കപ്പെട്ടവളായി ഭൂലോകത്തിലെ സ്ഥാനങ്ങളെ തന്നെ പ്രാപിക്കുകയും ചെയ്തു. യോഗമായ കാളികോവിലാണ്. പലയിടത്തും അമ്മൻ്റെ കോവിലൊക്കെ ഉണ്ടല്ലോ, കാളി കോവിൽ, അതാണ്. അവിടേക്ക് പോയി എന്നാണ് പറയുന്നത്. പ്രഗേ പുനകാത്മജ വചനം ഈരിതാ ബുഭുജ പ്രളംബഭഗപൂതന പ്രമുഖദാനവാമാനിനഃ ഭവത്നിധനകാമ്യയാ ജഗതി ബഭ്രമു നിർഭയ കുമാരക വിമാരകാഃ. പ്രഗേ പുനാഗാത്മജ വചനം ഈരിതാ ബുഭുജ പ്രളംബഭഗപൂതന പ്രമുഖദാനവാമാനിനഃ ഭവത് നിധനകാമ്യയാം ഭവത് ജഗതി ബഭ്രുമു നിർഭയ കുമാരക വിമാരകാഃ കിമിവ ദുഷ്കരം നിഷ്കൃപൈഃ. പ്രഗേ പുനകാത്മജ വചനമീരിതാ ബുഭുജ പ്രളംബഭഗപൂതന പ്രമുഖദാനവാമാനിനഃ ഭവത് നിധനകാമ്യയാ ജഗതി ബഭ്രമു നിർഭയാഃ കുമാരക വിമാരകാഃ കിമിവ ദുഷ്കരം നിഷ്കൃപൈഃ. പ്രഗേ പുനഃ അഗാത്മജ വചനം ഈരിതാ ബുഭുജ പ്രളംബഭഗപൂതന പ്രമുഖദാനവാമാനിനഃ ഭവത് നിധനകാമ്യയാ ജഗതി ബഭ്രമു നിർഭയാഃ കുമാരക വിമാരകാഃ കിമിവ ദുഷ്കരം നിഷ്കൃപൈഃ. പിറ്റന്നാൾ കാലത്ത് ഭോജേശ്വരനാൽ യോഗമായയുടെ വാക്യങ്ങളെ പുറത്തറിയിക്കപ്പെട്ടവരായി അഭിമാനികളായ പ്രളംബൻ, ഭഗൻ, പൂതന മുതലായ അസുരന്മാർ പിന്നീട് അങ്ങയെ കൊല്ലുവാനുള്ള ആഗ്രഹത്തോടെ ഭയലേശം കൂടാതെ ലോകം മുഴുവൻ ബാലന്മാരെ വധിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. നിർദ്ദയന്മാരാൽ ചെയ്യപ്പെടാത്തത് എന്താണുള്ളത്? പിറ്റന്നാൾ കാലത്ത് ഭോജേശ്വരനാൽ യോഗമായയുടെ വാക്യങ്ങളെ പറഞ്ഞറിയിക്കപ്പെട്ടവരായി അഭിമാനികളായ പ്രളംബൻ, ഭഗൻ, പൂതന മുതലായ അസുരന്മാർ പിന്നീട് അങ്ങയെ കൊല്ലുവാനുള്ള ആഗ്രഹത്തോടെ ഭയലേശം കൂടാതെ ലോകം മുഴുവൻ ബാലന്മാരെ വധിച്ചുകൊണ്ട് ചുറ്റി സഞ്ചരിച്ചു. നിർദ്ദയന്മാരാൽ ചെയ്യപ്പെടാത്തത് എന്താണുള്ളത് എൻ്റെ ഭഗവാനേ?
8ാമത്തെ ശ്ലോകം. തദപ്പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയ പ്രസൂതി ശയനേ ശയേരുദതി കിഞ്ചിത് അഞ്ജത്പദേ വിബുദ്ധ്യ വനിതാ ജനൈഃ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമി അഹോ സകലം ആകുലം ഗോകുലം. തദപശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയ പ്രസൂതി ശയനേ ശയേരുദതി കിഞ്ചിത് അഞ്ജത്പദേ വിബുദ്ധ്യ വനിതാഃ ജനൈഃ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമി അഹോ സകലം ആകുലം ഗോകുലം. തതഃ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയ പ്രസൂതി ശയനേ ശയേരുദതി കിഞ്ചിത് അഞ്ജത്പദേ വിബുദ്ധ്യ വനിതാ ജനൈഃ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമി അഹോ സകലം ആകുലം ഗോകുലം. അനന്തരം ഹേ മോക്ഷദായക, നിന്തിരുവടി ഗോപവാടത്തിൽ നന്ദപത്നിയുടെ പ്രസവശയ്യയിൽ കിടന്നുകൊണ്ട് അല്പമൊന്ന് കാലുകുടഞ്ഞ് കരഞ്ഞപ്പോൾ സ്ത്രീജനങ്ങൾ ഉണർത്തപ്പെട്ട് ഉണ്ണിയുണ്ടായ വിവരം ഘോഷിക്കപ്പെട്ടപ്പോൾ എന്തു പറയട്ടെ, അമ്പാടി മുഴുവൻ സന്തോഷത്താൽ പരവശമായി തീർന്നു. അനന്തരം ഹേ മോക്ഷദായക, നിന്തിരുവടി ഗോപവാടത്തിൽ നന്ദപത്നിയുടെ പ്രസവശയ്യയിൽ കിടന്നുകൊണ്ട് അല്പമൊന്ന് കാൽ കുടഞ്ഞ് കരഞ്ഞപ്പോൾ സ്ത്രീജനങ്ങൾ ഉണർത്തപ്പെട്ട് ഉണ്ണിയുണ്ടായ വിവരം ഘോഷിക്കപ്പെട്ടപ്പോൾ എന്താണ് പറയട്ടെ, അമ്പാടി മുഴുവൻ സന്തോഷത്താൽ പരവശമായി തീർന്നു. വയ്ക്കാം. അഹോ ഗലു യശോദയാ നവകളായ ചേതോഹരം ബബന്ധം അലം അന്തികെ പ്രഥമം അഭിബന്ധ്യാദൃശ പുനഃസ്തനപരം നിജം സപതി പായയന്ത്യാ മുദാ മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്തഃ ജിതാ. അഹോ ഗലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തം അലമന്തികെ പ്രഥമം അഭിബന്ധ്യാദൃശ പുനഃസ്തനപരം നിജം സപതി പായയന്ത്യാ മുദാ മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്തഃ ജിതാ. അഹോ ഗലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തം അലം അന്തികെ പ്രഥമം അഭിബന്ധ്യാദൃശ പുനഃ സ്തനപരം നിജ സപതി പായയന്ത്യാ മുദാ മനോഹര തനുസ്പൃശ ജഗതി പുണ്യവന്തഃ ജിതാഃ. പുതിയ കായാമ്പു എന്ന പോലെ ചേതോഹരനായ അങ്ങയെ സമീപത്തിൽ ആദ്യമായി നയനങ്ങളെ കൊണ്ട് തൃപ്തിയാവോളം പാനം ചെയ്തവളും പിന്നെ തൻ്റെ കുജകമ്പങ്ങളെ അധിക സന്തോഷത്തോടെ പാനം ചെയ്യിപ്പിക്കുന്നവളും ചേതോഹരമായ തിരുമേനിയെ പുണരുന്നവളുമായ യശോദയാൽ ലോകത്തിൽ സുഹൃത്തുക്കൾ ജയിക്കപ്പെട്ടു. ആശ്ചര്യം തന്നെ. പുതിയ കായാമ്പു എന്ന പോലെ ചേതോഹരമായ അങ്ങയെ സമീപത്തിൽ ആദ്യമായി നയനങ്ങളെ കൊണ്ട് തൃപ്തിയാവോളം പാനം ചെയ്യുന്നവളും പിന്നെ തൻ്റെ കച്ചകുംഭങ്ങളെ അധിക സന്തോഷത്തെ പാനം ചെയ്യിക്കുന്നവളും ചേതോഹരമായ തിരുമേനിയെ പുണരുന്നവളുമായ യശോദയാൽ ലോകത്തിൽ സുഹൃത്തുക്കൾ ജയിക്കപ്പെട്ടു. ആശ്ചര്യം തന്നെ. 10ാമത്തെ ശ്ലോകം. ഭവത് കുശലകാമ്യയാ സകലു നന്ദഗോപസ്തദാ പ്രബോധപരസങ്കുലോ ദ്വിജകുലായ കിം നാദദാത് തദൈവ പശുപാലകാഃ കിം ന മംഗളം തേ നിരേ ജഗത്രദയ മംഗളത്വമിഹ പാപി മാമാമയാത് ഭവത് കുശലകാര്യയാ സകലു നന്ദഗോപസ്തദാ പ്രമോദപരസങ്കലോ ദ്വിജകുലായ കിന്നദദാത് തദൈവ പശുപാലകാഃ കിമുന മംഗളം തേ നിരേ ജഗത്രദയ മംഗളത്വമിഹ പാഹി മാം ആമയാത്. ഭവത് കുശലകാമ്യയാ സകലു നന്ദഗോപത്തദാ പ്രബോധപരസങ്കുലഃ ദ്വിജകുലായ കിംന അദദാത് തദാ ഏവ പശുപാലകാഃ കിമുന മംഗളം തേ നിരേ ജഗത് ത്രദയ മംഗളത്വം ഇഹ പാഹി മാം ആമയാത്. ഹേ ത്രൈലോക്യ മംഗളമൂർത്തേ, ആ സമയം ആ നന്ദഗോപനാവട്ടെ വർദ്ധിച്ച സന്തോഷത്താൽ പരവശനായി അങ്ങയുടെ അഭ്യുദയത്തെ കാക്ഷിക്കുക നിമിത്തം വിപ്രന്മാർക്കായി എന്ത് തന്നെ ദാനം ചെയ്തില്ല. അതുപോലെ ഗോപന്മാരും എന്തൊരു മംഗളകർമ്മത്തെയാണ് ചെയ്യാതെ വിട്ടത്. നിന്റെ ഒരു വീട് ഇവിടെ ഇത്രയുമൊക്കെ അനുഭവിച്ചില്ലേ, എന്നിട്ട് എന്നെ
ഈ അസുഖങ്ങളിൽ നിന്നും മാറ്റി തരയണമേ എൻ്റെ ഭഗവാനെ. ഗുരുവായൂരപ്പ, നിനക്ക് ഇത്രയൊക്കെ സൗകര്യങ്ങളൊക്കെ കിട്ടില്ലേ, നിനക്ക് എല്ലാവരും സ്തുതിച്ചില്ലേ, ഇങ്ങനെ നിനക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചില്ലേ, അതുകൊണ്ട് എന്നെ എങ്ങനെയെങ്കിലും ഈ അസുഖങ്ങളിൽ നിന്നും മാറ്റി തരണേ എൻ്റെ ഭഗവാനെ ഗുരുവായൂരപ്പ എന്ന് നാരായണ ഭട്ടതിരിപ്പാട് ഗുരുവായൂരപ്പൻ്റെ പ്രാർത്ഥിക്കുകയാണ്. ഒരുമിച്ച് വായിക്കാം. 39-ാമത്തെ ദശകം. ഭവന്തം അയമുദ്വഹൻ യദുകുല ഉദ്വഹ നിസ്സരന് ദദർശകന ഗഗന ഉച്ചലത് ജലഭരാം കളിന്ദ ആത്മജാം. അഹോ സലീല സഞ്ജയ സപുനഃ ഐന്ദ്രജാല ഉദിത ജലോക ഇവ തക്ഷണാത് പ്രപദമേയതാം ആയയൗ. പ്രസുപ്ത പശുപാലികാം നിവൃതം ആരുദത് ബാലികാം അപാവൃത കവാടികാം പശുപവാടികാം ആവിശന് ഭവന്തമയമർപ്പയന് പ്രസവതൽപകേ തത്പദാത് മഹൻ കപടകന്യകാം സഹപുരം ആഗതഃ വേഗതഃ. തതഃ ത്വത്തനുജാ രവക്ഷപിത നിദ്രവേഗദ്രവത് ബട ഉത്കരഃ നിവേദിത പ്രസവ വാർത്തയാ ഏവ ആർത്തിമാൻ വിമുക്തചിഗുര ഉത്കരഃ ത്വരിതം ആപതൻ ഭോജരാട് അദുഷ്ടഃ ഇവ ദൃഷ്ടവാൻ ഭഗനികാ കരേ ആത്കന്യകാം. ധ്രുവം കപടശാലിനഃ മധുഹരസ്യ മായാ ഭവേത് അസോ വിധി കിശോരികാം ഭഗനികാ കര ആലിംഗിതാം. ദീപനളിനികാ അന്തരാദിവ മൃണാളികാം ആക്ഷിപന് അയം ത്വ തനുജാം അജാം ഉപലപട്ടകേ പിഷ്ടവാൻ. തതഃ ഭവത് ഉപാസകഃ ഛടിതി മൃത്യുപാശാതിവ പ്രഭുജ്യ തരസാ ഏവ സാ സമതിരൂഢരൂപാന്തരാം. അധസ്ഥലം ജഗൻ അജഗ്മുഷി വികസത് അഷ്ടബാഹുസ്ഫുരത് മഹായുധം അഹോഹോ ഗദാകില വിഹായ സാ ദിദ്യുതേ. ദൃശം തദരക്കംസത്തെ കിമു മയാ വിനിഷ്പിഷ്ടയാ ബഭൂവ ഭവദന്തകഃ ക്വചന ചിന്ത്യതാം തേഹിതം. ഇതി ത്വതനുജാ വിഭോഘലം ഉദീര്യതം ജഗ്മുഷി മരുദ്ഗണപണായിതാ ഭുവി ച മന്ദിരാണി യേയുഷീം. പ്രഗേ പുനഃ ഗാത്മജാ വചനമീരിതാ ഭൂഭുജാ പ്രലംബ ഭഗപുത്ര പൂതനാ പ്രമുഖദാനവാ മാനിനഃ. ഭവത്നിധനകാമ്യയാ ജഗതി ബഭ്രമുഹു നിർഭയാഃ കുമാരക വിമാരകാഃ കിമിവ ദുഷ്കരം നിഷ്കൃപൈഃ. തതഃ പശുപമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയാ പ്രസൂതിശയനേ ശയേ ദ്രുതതി കിഞ്ചിത് രഞ്ജത്പതേ. വിബുദ്ധ്യവനിതാ ജനൈഃ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമി അധോ സകലം ആകുലം ഗോകുലം. അഹോ ഖലു യശോദയാ നവകളായ ചേതോഹരം ഭവന്തമലം അന്തികേ പ്രഥമം അഭിബന്ധ്യാദൃശാം. പുനഃസ്തനപരം നിജം സപതി പായയന്ത്യാ മുദാ മനോഹര തനുസ്പൃശോ ജഗതി പുണ്യവന്തജിതാഃ. ഭവത് കുശലകാമ്യയാ സകലു നന്ദഗോപഹത്തദാ പ്രബോധബലസങ്കുലഃ ദ്വിജകുലായ കിം ന അദദാത്. തഥാ ഏവ പശുപാലകാ കിമുനമംഗളം തേ നിരേ ജഗത്ഹൃദയമംഗളത്വം ഇഹ പാഹി മാം ആമയാത്. ഭവത്കുശലകാമ്യയാ സഹ ഖലു നന്ദഗോപഹത്തദാ പ്രബോധബലസങ്കുലഃ ദ്വിജകുലായ കിം ന അദദാത്. തഥാ ഏവ പശുപാലകാഃ കുമുനമംഗളം തേ നിരേ ജഗത്ഹൃദയമംഗളത്വം ഇഹ പാഹി മാം ആമയാത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ.